നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ വേട്ടയാടുന്ന ചില ട്രോമകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കം കളയുന്ന ചില ഭയങ്ങൾ, ഇതൊക്കെ നിലനിൽക്കുന്നത് നിങ്ങളുടെ മനസ്സ് അതിനെ അട്രാക്ട് ചെയ്യുന്നത് കൊണ്ടും അതിനെ നിലനിൽക്കാൻ അനുവദിക്കുന്നത് കൊണ്ടും മാത്രമാണ്. ഉറപ്പിച്ചോളൂ, അടുത്ത കുറച്ച് മിനിറ്റുകൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനുള്ള സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വേട്ടയാടുന്ന ഈ ട്രോമ അല്ലെങ്കിൽ ഭയം അതിനെ ഒക്കെ മറികടക്കാനുള്ള പവർഫുൾ ടെക്നിക്സ് നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങളുടെ മനസ്സിന്റെ റിമോട്ട് കൺട്രോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. ഞാൻ സൃഷ്ടിച്ചൊരു ഫ്രെയിംവർക്കാണ് ഇതിൽ കൂടെ പറഞ്ഞിരുന്നത്. എന്റെ സ്വന്തം ജീവിതത്തിലും എന്റെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് കോഴ്സുകളിൽ കൂടെ ധാരാളം സ്റ്റുഡൻസിൽ പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയ പെർഫെക്റ്റ് ആക്കിയിട്ടുള്ള ഈ ഫ്രെയിംവർക്ക്, ഈ ടെക്നിക്സ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് കൂടുതൽ കളർഫുൾ ആവും, ട്രോമയും ഭയവും ഒക്കെ മാറി ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. ഒന്നാമത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അറിവാണ് ആയുധം. ഈ കോൺഫിഡൻസ് കോമ്പിറ്റൻസി ലൂപ്പ് എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. അതായത് നമുക്ക് ഒരു കാര്യത്തിനെ പറ്റി അറിവുണ്ടായി കഴിഞ്ഞാൽ അതിനെ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും എളുപ്പമാണ്. എന്തുകൊണ്ടാണ് ഈ ട്രോമ അല്ലെങ്കിൽ ഭയം നമ്മുടെ ഉള്ളിൽ വരുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കുക. ആ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാൻ എളുപ്പമാവും. ഭയം അല്ലെങ്കിൽ ട്രോമയൊക്കെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ മനസ്സ് കണ്ടെത്തിയ ചില മെക്കാനിസംസ് ആണ്. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു മോശപ്പെട്ട അനുഭവം കിട്ടി, ഒരു ട്രോമ കിട്ടി. അതിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ നിങ്ങളുടെ സർവൈവലിനെ കുറെ അത് ഹെൽപ്പ് ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കൂ, തീയിൽ തൊട്ടു കൈപൊള്ളി, പിന്നെ നിങ്ങൾ തീയിൽ തൊടാൻ പോകും ഇല്ല. അതാണ് ഇതിന്റെ ഗുണം. ഒരു ആന കുത്താൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭയമൊന്നും ഇല്ലാതെ നെഞ്ചം വിരിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആന കുത്തിയിട്ട് അങ്ങ് പോകും, നിങ്ങൾ തട്ടിപ്പോകും. പക്ഷെ ആന കുത്താൻ വരുമ്പോൾ നമുക്കൊരു ഭയം മനസ്സിലുണ്ടല്ലേ? അങ്ങനെ ഓടി തള്ളുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള സാധ്യത കൂടുകയാണ്. സപ്പോസ് ഒരു വ്യക്തി നിങ്ങൾക്ക് കുറെ ട്രോമ തരുന്നു, മാനസികമായിട്ട് ശാരീരികമായിട്ടുള്ള ട്രോമ തരുന്നു ഇരിക്കട്ടെ. പിന്നെ ആ വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ നോക്കും, അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. അങ്ങനെ നമുക്ക് നമ്മെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഭയവും ട്രോമയൊക്കെ ഒരു ഒപ്റ്റിമൽ ലെവൽ, ഒരു അളവിലും കൂടിക്കഴിഞ്ഞാൽ അത് നമുക്ക് പണിയാണ്. നമ്മുടെ മെന്റൽ ഹെൽത്തിനൊക്കെ വളരെ മോശമായിട്ട് ബാധിക്കും. സോ നമ്മുടെ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത്തരം വികാരങ്ങളെ കംപ്ലീറ്റ്ലി അങ്ങ് എടുത്ത് കളയാന്നുള്ളതല്ല, ഇതിനെ നിയന്ത്രിച്ച് നമ്മുടെ വരുതിക്ക് നിർത്താന്നുള്ളത് മാത്രമാണ്. കുറച്ച് ട്രോമയും ഭയമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊഡക്റ്റീവായും ഹാപ്പിയായും സുരക്ഷിതമായും ജീവിക്കാൻ പറ്റുള്ളൂ. ഇതിന് നിങ്ങൾക്ക് വേണ്ടത് ഒരു സ്ട്രോങ് ഡിസയർ ആണ്. നിങ്ങൾക്കൊരു ട്രോമയുണ്ട്, പഴയ ഒരു മോശപ്പെട്ട അനുഭവം നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചില കാര്യത്തിൽ ഭയമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കയറണം എന്നുള്ള അത് തീവ്രമായ ഒരു അഭിലാഷം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. ചില ആൾക്കാരുണ്ട്, അവർക്ക് ഈ ട്രോമയും ഭയവും ഒക്കെ ഇഷ്ടമാണ്, അവർക്ക് ആ ഒരു കംഫർട്ട് ലോകത്ത് ജീവിക്കാനും താല്പര്യം. അവർ പുറത്ത് ഒരുപക്ഷെ പറയും എനിക്ക് ഇന്ന് രക്ഷപ്പെടുമെന്ന് പറയുമെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ലോകത്ത് തന്നെ കിടക്കാനാണ് അവർക്ക് താല്പര്യം. ഈ ട്രോമ ബോണ്ടിങ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമുക്കിപ്പോൾ ചില ആൾക്കാർ നമുക്ക് ട്രോമ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഇഷ്ടം കൂടും, അട്രാക്ഷൻ കൂടും. ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് തന്നെയാണ്. അവർക്ക് ആ കുഴിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പുറത്ത് ചാടാനുള്ള ആഗ്രഹം വളരെയധികം കുറയും. പക്ഷെ തീവ്രമായ ഒരു ആഗ്രഹം, എനിക്ക് രക്ഷപ്പെടണം, ട്രോമയിൽ നിന്ന് ഭയത്തിൽ നിന്നൊക്കെ മുക്തനാകണം അല്ലെങ്കിൽ മുക്തിയാകണം എന്ന തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾ ഏത് കാറ്റഗറിയാണ് കമന്റ് സെക്ഷനിൽ പറയാം. ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ ടെക്നിക്കാണ്. ഞാൻ മറ്റു പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷ്വലൈസേഷൻ. ഇപ്പൊ നിങ്ങൾക്ക് പണ്ടുണ്ടായിട്ടുള്ള ഒരു മോശപ്പെട്ട അനുഭവം അത് നിങ്ങളുടെ മനസ്സിനെ വളരെ മോശമായ ആഘാതം നൽകിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ആലോചിച്ച് ഭയമുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു വണ്ടി ഓടിക്കും, വണ്ടി ഇരിക്കുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നുള്ള ഭയം, ഈ ട്രോമകളും ഭയങ്ങളും ഒക്കെ മനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ അതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വിഷ്വലൈസ് ചെയ്യണം. കളർഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വിഷ്വലൈസ് ചെയ്യണം. അപ്പൊ നമ്മുടെ തലച്ചോറ് മനസ്സിലാവും ഇത് റിയൽ അല്ല, തെറ്റാണ് എന്ന് മനസ്സിലാക്കുകയും അതിനെ ഒഴിവാക്കാൻ തലച്ചോറ് ശ്രമിക്കുകയും അതിന്റെ ഒരു ഇമ്പാക്ട് നമുക്ക് പെട്ടെന്ന് പുറത്തുവരാൻ സാധിക്കുകയും ചെയ്യും. ഈ ടോപ്പിക്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ സെർച്ച് ചെയ്ത് കിട്ടും. അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഐഡന്റിറ്റി ഷിഫ്റ്റ് ആണ്. ഞാൻ എന്റെ മാനിഫെസ്റ്റേഷൻ ബാച്ചുകൾ അല്ലെങ്കിൽ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ബാച്ചുകളിൽ ആദ്യമേ ചെയ്യിപ്പിക്കുന്ന പ്രോഗ്രാം ഇതാണ്. പലപ്പോഴും നമ്മുടെ വിചാരം ഒരു പ്രശ്നം അല്ലെങ്കിൽ ട്രോമ അല്ലെങ്കിൽ ഭയമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു വിക്ടിമായി എന്നുള്ളതാണ്. അത് ആക്ച്വലി തെറ്റാണ്. നിങ്ങൾ വിക്ടിം അല്ല, നിങ്ങൾ അതിനെ കീഴടക്കിയ വ്യക്തി, ഒരു കോൺകറർ അല്ലെങ്കിൽ അതിനെ സർവൈവ് ചെയ്ത വ്യക്തി, ഒരു സർവൈവർ ആണെന്ന് സ്വയം വിശ്വസിക്കുക. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പൊ ഒരാൾ എവറസ്റ്റ് കീഴടക്കാൻ പോകുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ സ്പേസ് ബഹിരാകാശത്തേക്ക് പോകുന്നിരിക്കട്ടെ, സുനിത വില്യംസ് പോയല്ലോ. ആ യാത്രയിൽ അവർ ശാരീരികവും മാനസികവുമായിട്ടുള്ള എത്രത്തോളം വലിയ ട്രോമകളിൽ കൂടെ, ഭയത്തിൽ കൂടെ, എക്സ്പീരിയൻസസിൽ കൂടെ ആയിരിക്കും സഞ്ചരിച്ചിട്ടുണ്ടാവുക. പക്ഷെ അവർ വിക്ടിംസ് ആണോ അതോ ഇതിനൊക്കെ കീഴടക്കിയ ആൾക്കാരാണോ? നിങ്ങളുടെ ട്രോമ ഇമോഷണൽ ആണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും നിങ്ങൾ അതിനെ നോക്കിക്കാണേണ്ട രീതി ഇതാണ്. അയ്യോ ഞാനൊരു വിക്ടിമാണ് എന്നുള്ള രീതിയിലല്ല, ഞാൻ അതിനെ അതിജീവിച്ച വ്യക്തിയാണ്, ഞാൻ അതിനെ കീഴടക്കിയ വ്യക്തിയാണ്. ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനഃശക്തി ഇരട്ടിയാവും. മനസ്സ് കൂടെ ഉണ്ടെങ്കിൽ മറ്റൊന്നിനെ ഭയപ്പെടേണ്ട, മനസ്സാണ് ദൈവം. നിങ്ങൾക്ക് ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്കൊരു കൈപ്പേറിയ അനുഭവം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അത് നിങ്ങളിപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളൊരു ഡയറി എടുത്ത് അതിൽ എഴുതുക, വിശദമായിട്ട് എഴുതുക. എഴുതിയതിനു ശേഷം നിങ്ങൾ ഒരു കാര്യം കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രോമയൊക്കെ അലിഞ്ഞു മാറും. അതെന്താണെന്നറിയോ? ആ ഒരു അനുഭവം, ആ ഒരു ട്രോമ, ആ ഒരു ഭയം, അതിൽ നിന്നും നിങ്ങൾ ഉൾക്കൊണ്ട പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ 1, 2, 3 എന്നുള്ള ലിസ്റ്റ് ഡൗൺ ചെയ്ത് എഴുതുക. എന്റെ കഴിഞ്ഞ ബാച്ചിലൊരു വ്യക്തി, അദ്ദേഹം വലിയൊരു ബ്രേക്കപ്പിന് ശേഷം വന്നൊരു വ്യക്തിയായിരുന്നു. മറ്റൊരാളെന്ന് വെച്ചാൽ ബിസിനസ് ഒക്കെ പൊളിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി. അവർക്ക് ആ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യം, പറ്റിപ്പോയ ട്രോമ, അതിൽ നിന്നും അവർ ഉൾക്കൊണ്ട പാഠങ്ങൾ, ചെയ്ത മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പറ്റി, ജീവിതത്തിൽ വ്യക്തികളെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നത് തിരിച്ചറിയാൻ പറ്റി, ഫിനാൻഷ്യൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പല ഇൻസൈറ്റ്സും ആ ബിസിനസ് പൊളിഞ്ഞത് ഇദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ എത്ര മോശപ്പെട്ട കാര്യങ്ങൾക്കാണെങ്കിലും നമുക്ക് ചില നല്ല നല്ല ലെസൺസ്
നല്ല നല്ല ഔട്ട്കംസ് ഉണ്ടാവും. അത് കൃത്യമായി പോയിന്റ് ഡൗൺ ചെയ്ത് എഴുതുക. ആ ഒരു അനുഭവം നിങ്ങൾ എങ്ങനെയാണ് കൂടുതൽ ശക്തനാക്കിയത്, നിങ്ങൾ പഠിച്ച പാഠങ്ങൾ, അതൊക്കെ ഫോക്കസ് ചെയ്ത് തുടങ്ങുമ്പോൾ റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം എന്ന് പറയും. നിങ്ങളുടെ വിക്ടിം മെന്റാലിറ്റി ഒക്കെ മാറി, നിങ്ങൾ തകർന്നൊരു വ്യക്തിയാണെന്നുള്ള കാര്യം മാറി, നിങ്ങൾ അനുഭവ സമ്പത്ത് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിലേക്ക് മൈൻഡ് റീപ്രോഗ്രാംഡ് ആവും. മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാം. ഇനി ഇതൊന്നും വലിയൊരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല. ഈ നേരത്തെ പറഞ്ഞ വ്യക്തികളൊക്കെ പിന്നീട് ജീവിതത്തിൽ വളരെ വലിയ വിജയങ്ങൾ നേടിക്കഴിഞ്ഞ ആൾക്കാരാണ്. കാര്യം അവര് മൈൻഡ് റീപ്രോഗ്രാം ചെയ്തു. ഇനി പറയാൻ പോകുന്ന കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടെക്നിക്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറയും. നിങ്ങൾ നിങ്ങളുടെ ചുറ്റും ഒക്കെ നോക്കി, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നന്ദിയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 10 കാര്യങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്ത് എഴുതുക. അതിന് യൂണിവേഴ്സിനോട് നന്ദി പറയാം. നിങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, മാനസികമായിട്ട് ശാരീരികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ പോലും നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു 10 കാര്യങ്ങൾ, അത് ശ്വസിക്കുന്ന ഓക്സിജൻ ആവാം, ഇരിക്കുന്ന കസേരയാവാം, ഉടുത്തിരിക്കുന്ന വസ്ത്രമാവാം, മുമ്പ് കഴിച്ച ഭക്ഷണമാവാം, എന്തായാലും അതിന് 10 കാര്യങ്ങൾ എഴുതിയിട്ട് താങ്ക് യു യൂണിവേഴ്സ്, എനിക്കിതുണ്ടല്ലോ, താങ്ക് യു യൂണിവേഴ്സ് എനിക്ക് ആഹാരം കിട്ടി, താങ്ക് യു യൂണിവേഴ്സ് എനിക്ക് കിടക്കാൻ ഒരു മുറിയുണ്ട്, താങ്ക് യു യൂണിവേഴ്സ് എനിക്ക് ഉടുക്കാൻ വസ്ത്രമുണ്ട്. അങ്ങനെ 10 കാര്യങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് അതിന് ഗ്രാറ്റിറ്റ്യൂഡും എക്സ്പ്രസ് ചെയ്ത് ആ ഒരു ഹാപ്പിനെസ്, അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഹാപ്പിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഹീലിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് എക്സ്ട്രീംലി ഫാസ്റ്റ് ആവും. ഇതിന്റെ കൂടെ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഫ്യൂച്ചർ സെൽഫ് വിഷ്വലൈസേഷൻ. നിങ്ങൾ ഭാവിയിൽ ആരാവാനാണോ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയായിട്ട് നിങ്ങൾ കണ്ണായിട്ട് നിങ്ങളെ സ്വയം വിഷ്വലൈസ് ചെയ്യുക. ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും പ്രശാന്ത സുന്ദരമായ ഒരു മനസ്സോടുകൂടി, ആ സിനിമയിൽ പറഞ്ഞ ഓജസ്സും തേജസ്സും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ടും ഒക്കെ മാറിയിരിക്കുന്ന ആ ഒരു ഫീൽ, ആ ഒരു വിഷ്വൽ നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. ആ വിഷ്വൽ ഒരു 17 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു. ഇത് ഗ്രാജുവലായിട്ട് കൂട്ടി 48 സെക്കൻഡ് വരെ കൊണ്ടുവരിക. ഒരു 5-10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴായിരിക്കും അതൊരു 17 സെക്കൻഡോ അല്ലെങ്കിൽ 25 സെക്കൻഡോ ഒക്കെ നമുക്ക് ഇങ്ങനെ ഇത്ര കോൺസെൻട്രേറ്റ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഡെയിലി ഇതിന് 3 നേരമെങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. പക്ഷെ ചില കണ്ടീഷൻസിൽ ഇത് സൈക്കോളജിസ്റ്റിനോ ഒരു സൈക്കാട്രിസ്റ്റിനോ ഒക്കെ ആയിരിക്കും കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഹോർമോണൽ വേരിയേഷന്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന ഡിപ്രഷനോ ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ട്രോമയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ മെഡിക്കേഷൻ എടുക്കേണ്ടി വന്നേക്കാം. നിങ്ങൾ നല്ല വിദഗ്ധനായിട്ടുള്ള സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ ആ സാഹചര്യത്തിൽ സമീപിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. പക്ഷെ മുൻപ് പറഞ്ഞ ടെക്നിക്കുകളെല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ തരുന്ന വാക്കാണ്. അവസാനം എനിക്കിത് മാത്രമാണ് പറയാനുള്ളത്. നിങ്ങളെ തളർത്തിയിട്ടുള്ള പഴയ ഓർമ്മകൾ, ട്രോമാസ്, അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ച് താഴേക്ക് വലിക്കുന്ന ഭയം, അതിനെ ഒന്നും ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ചതിക്കുകയാണ്, അതിന് ഒരിക്കലും വഴങ്ങി കൊടുക്കരുത്. വേദനകളിൽ നിന്നൊക്കെ വിജയത്തിലേക്ക് മാറാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ കൂടെ കട്ടക്ക് ഞാനുണ്ട്. ഈ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുമെന്ന് ഇപ്പം തന്നെ ഉറപ്പിക്കാനായി കമന്റ് സെക്ഷനിൽ ഹാർട്ട് കമന്റ് ചെയ്യുക. വിൽപ്പോറുള്ള ആൾക്കാർ മാത്രം കമന്റ് ചെയ്താൽ മതി. നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് നേടിയെടുക്കണം. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കട്ടയ്ക്ക് കൂടെ കുടിക്കോളൂ. ജീവിതത്തിൽ വിജയിച്ച് കാണണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ഒരു സുഹൃത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.